Health tips for every day, for everyone. From Dr. Mims. Hello, good morning, Dr. Mims. ഗുഡ് മോർണിംഗ്. ആരാ സംസാരിക്കുന്നത്? ഡോക്ടർ, ഐ എം റീന. ആർ യു ബിസി? എനിക്ക് ചില കാര്യങ്ങൾ അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഞാൻ ആശുപത്രിയിലേക്ക് ഇറങ്ങാൻ നിൽക്കുക. എന്നാൽ സാരമില്ല, റീന ചോദിച്ചോളൂ. ഡോക്ടർ, എനിക്ക് പ്രമേഹത്തെ കുറിച്ചാണ് അറിയേണ്ടത്. പ്രോട്ടീൻ കൂടിയ ഭക്ഷണം അധികമായാൽ പ്രമേഹ സാധ്യത കൂടുമോ? പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് പ്രമേഹ സാധ്യത വർദ്ധിക്കുന്നില്ല. പക്ഷേ പ്രമേഹവുമായി ബന്ധപ്പെട്ട് വൃക്കരോഗമുള്ളവർ പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണം കുറയ്ക്കണം. ഉദാഹരണത്തിന് പാൽ പോലുള്ള പദാർത്ഥങ്ങളുടെ ഉപയോഗം കുറയ്ക്കാം. പ്രമേഹമുള്ളവർക്ക് ഏതൊക്കെ തരം മാംസം കഴിക്കാം? പ്രമേഹ രോഗികൾക്ക് കൊഴുപ്പ് കുറഞ്ഞ മാംസമാണ് നല്ലത്. കോഴിയിറച്ചിയാണ് ബീഫ്, മട്ടൺ എന്നിവയേക്കാൾ നല്ലത്. അതുപോലെ മീൻ കഴിക്കുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം? പ്രോട്ടീന്റെ പ്രധാന സ്രോതസ്സാണ് മത്സ്യം. ഇവ 2 നേരം ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് വഴി ഒരു ദിവസം ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ ലഭിക്കും. മത്സ്യം കറി രൂപത്തിൽ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നതാണ് കൂടുതൽ ഉചിതം. വറുത്ത് കഴിക്കുമ്പോൾ കൊളസ്ട്രോൾ വർദ്ധിക്കും. പ്രമേഹ രോഗി ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം പ്രഭാത ഭക്ഷണം വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഘടകമാണ്. ഉറക്കത്തിലെ 8 മുതൽ 12 മണിക്കൂർ കഴിഞ്ഞ് ആദ്യം ലഭിക്കുന്ന ആഹാരമാണ് പ്രഭാത ഭക്ഷണം. അതിനാൽ ഇത് ഒഴിവാക്കുന്നത് നമ്മുടെ ഊർജ്ജസ്വലത കുറയ്ക്കും. ഡോക്ടർ, പഞ്ചസാരയ്ക്ക് പകരം ശർക്കര കഴിക്കാമോ? അതുപോലെ ഈ ഷുഗർ ഫ്രീ ഗുണം ചെയ്യുമോ? പ്രമേഹ രോഗി ശർക്കര ഉപയോഗിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് മെച്ചമില്ല. ശർക്കരയിലും മധുരം അടങ്ങിയിരിക്കുന്നു. ഡോക്ടർ, കുടുംബത്തിൽ പ്രമേഹ പാരമ്പര്യമുള്ളവർ മധുരം കൂടുതൽ കഴിച്ചാൽ രോഗം വരുമോ? കുടുംബത്തിൽ ഒരാൾക്ക് പ്രമേഹമുണ്ടെങ്കിൽ രക്തബന്ധമുള്ള മറ്റുള്ളവർക്കും പ്രമേഹ സാധ്യതയുണ്ട്. മറ്റു കുടുംബാംഗങ്ങൾ മധുരം കൂടുതൽ കഴിച്ചതുകൊണ്ട് മാത്രം പ്രമേഹം വരുമെന്ന് ഉറപ്പിച്ചു പറയാനാവില്ല. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. താങ്ക് യു, ഡോക്ടർ മിംസ്. ഇറ്റ്സ് ഓക്കെ റീന. ടേക്ക് കെയർ.